أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب إني أخاف أن يكذبون ويضيق صدري ولا ينطلق لساني فأرسل إلى هارون ولهم علي ذنب فأخاف أن يقتلون صدق الله العظيم. സൂറ അശ്ശുഅറ 12, 13, 14. ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എൻ്റെ നാഥ, ഇന്നി അഖാഫു നിശ്ചയം ഞാൻ ഭയപ്പെടുന്നു, അൻ യുകദ്ദിബൂനി അവർ എന്നെ കളവാക്കും അല്ലെങ്കിൽ തള്ളിപ്പറയുമെന്ന്, വയളീഖു സദ്രി എൻ്റെ മാറിടം ഇടുങ്ങുന്നു, വലാ യന്തലിഖു ലിസാനി എൻ്റെ നാവ് ചലിക്കുന്നില്ല, ഫർസിൽ ഇലാ ഹാറൂൻ അതിനാൽ നീ ഹാറൂനിലേക്ക് അയക്കൂ, വലഹും അവർക്കുണ്ട് അലയ്യ എൻ്റെ മേൽ ദംബുൻ ഒരു കുറ്റം, ഫഖാഫു അതിനാൽ ഞാൻ ഭയപ്പെടുന്നു, അൻ യഖ്തുലൂനി അവർ എന്നെ കൊല്ലുമെന്നത്. മൂസ അലൈഹിസ്സലാം ദൗത്യമേറ്റെടുക്കുന്ന രംഗം വിവരിക്കുകയാണ് അള്ളാഹു. മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചു അക്രമിയായ ഫിറൗനിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അതിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഖാല റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ ഞാൻ പറഞ്ഞാൽ അവർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് അവിടെ മൂസ അലൈഹിസ്സലാമിൻ്റെ അവസ്ഥ. അഥവാ മൂസ അലൈഹിസ്സലാമിന് അവരെ നന്നായിട്ട് അറിയാം, അവരുടെ സ്വഭാവവും അവരുടെ നിലപാടും ഒക്കെ അദ്ദേഹം മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് കണ്ടതാണ്. അവിടുന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു പോയതുമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രയാസത്തിലായിരുന്നു അദ്ദേഹം എന്നർത്ഥം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് കിട്ടിയപ്പോൾ പനി പിടിച്ചിട്ട് വന്നിട്ട് ഖദീജ ബീവി വറഖത്ത് ബിൻ നൗഫലിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മൂസായുടെ അടുത്ത് വന്ന നാമൂസ് തന്നെയാണ് വന്നത്, ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെ പുറത്താക്കുമ്പോൾ ഞാൻ സഹായിക്കാം എന്നാണ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സഹായിക്കാം എന്നാണ് വാർദ്ധക്യത്തിൻ്റെ അങ്ങേത്തല എത്തിയ വറഖത്ത് പറഞ്ഞത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, യഖ്തുലൂനനി അവരെന്നെ കൊല്ലുമോ എന്ന്, അഥവാ യുഖ്രിജൂനനി അവരെന്നെ പുറത്താക്കുമോ എന്ന്, അഥവാ അങ്ങനെ ഈ ഖുറൈശികൾ എനിക്കെതിരെ തിരിയും എന്ന ഒരു സങ്കല്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലില്ല. എന്നാൽ മൂസ അലൈഹി സ്വലാമിൻ്റേത് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമാകുന്നതിന് കൂടിയാണ് ഇത് പറയുന്നത്. കാരണം മുകളിൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ കണ്ടില്ലേ, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ അവർ മുഅ്മിനാകാത്തതിൽ പ്രയാസപ്പെട്ട് ദുഃഖിതനായി താങ്കൾ തടികേടാക്കിയുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എന്നാൽ മൂസ അലൈഹി സ്വലാമിൻ്റെ സ്ഥിതി അതിനേക്കാൾ ഗുരുതരമായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ ഇവിടെ. ഇനി അഖാഫു അൻ യുകദ്ദിബൂൻ കാരണം ഫിറൗനിൻ്റെ സ്വഭാവവും നിലപാടും ഒക്കെ നേരത്തെ തന്നെ അറിയുന്നതാണ്. വയളീഖു സദ്രി വലാ യന്തലിഖു ലിസാനി ഫർസിൽ ഇലാ ഹാറൂൻ പിന്നെ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് കെഞ്ചുകയാണ്. സൂറത്തു താഹയിൽ റബ്ബിഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇതിന് ശേഷമായിരിക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നബിയാകണം എന്നിങ്ങ് പറഞ്ഞപ്പോൾ ഉണ്ടായ മനപ്രയാസത്തിനെയാണ്
വയലീഖു സദ്രി എന്നത് സൂചിപ്പിക്കുന്നത്. നബിമാർ അവർക്ക് കിട്ടിയ അള്ളാഹുവിൻ്റെ സഹായം, അവരുടെ ഈമാന്, സ്വർഗത്തിൽ അവരുടെ ഉന്നത പദവികൾ, ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും വലിയ അവർക്ക് കിട്ടിയത് നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് തോന്നുകയൊക്കെ ചെയ്യാം. പക്ഷേ അവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഫിറൗനിൻ്റെ അടുത്തേക്ക്, ഒരു നാട്ടിലേക്ക് ഒരാളോട്, ഒരു രാജ്യത്തേക്ക് ഒരാളെ പറഞ്ഞയക്കുകയാണ്. എന്തിന്? സൂറത്ത് ഷൂറയിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ അഖീമുദ്ദീന വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇഖാമത്തിന് വേണ്ടി, അല്ലെങ്കിൽ വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വ ദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, സകല ദീനുകളെയും അതിജയിക്കാൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തെ മാറ്റിപ്പണിയാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഒരു മനുഷ്യനെ ഒരു രാജ്യത്തേക്ക്, ഈജിപ്ത് എന്ന് പറയുന്ന മഹാരാജ്യത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ അധികാരിയാവട്ടെ ചരിത്രം കണ്ട ക്രൂരന്മാരിൽ ഏറ്റവും വലിയ ക്രൂരനാണ്. അന്ന് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ഭരണകൂടവുമാണ്. അവിടേക്കാണ് പറഞ്ഞയക്കുന്നത്. മനസ്സിടുങ്ങിയതിൽ അത്ഭുതമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കാകെ ചെയ്യാവുന്നൊരു പണി, നമ്മളുടെ പഞ്ചായത്തിൻ്റെ, നമ്മുടെ വാർഡിലേക്ക്, അവിടെയുള്ള ആളുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ ദീന് ശരിയായി മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അതനുസരിച്ച് അവർ ജീവിക്കുന്നവരാകണം എന്നൊക്കെ ഏൽപ്പിച്ച്, നമ്മുടെ ഒരു വാർഡിൻ്റെ കാര്യം നീ ഏൽക്കണം എന്നൊക്കെ നമ്മളോട് ഉത്തരവാദപ്പെട്ട ഒരാൾ, നമുക്കനുസരിക്കാൻ ബാധ്യതയുള്ള ഒരുത്തൻ പറയുന്നതൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാകും എന്താണ് ലിയഖുസ് സദ്ർ എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്നത്. താങ്ങാൻ കഴിയുന്നില്ല. വലാ യന്തലിഖു ലിസാനി, എൻ്റെ നാവ് ചലിക്കുന്നില്ല. ഇൻതലക്ക എന്ന് പറഞ്ഞാൽ ഇദ്ഹബു അൻതുമു തുലക്കാവു ഒക്കെ അറിയാലോ നമുക്ക്. സ്വതന്ത്രമായി, അഥവാ വിചാരിച്ചത് പറയാൻ പറ്റുന്നില്ല. നാക്കൊന്നിക്കുക, പേടിച്ചിട്ട് ബേജാറായിട്ട്, സ്വപ്നത്തിൽ പോലും നമുക്ക് അനുഭവിക്കണ കാര്യമാണല്ലോ. അതുപോലെ എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് പറ്റുന്നില്ല എന്നാകാം. അല്ലെങ്കിൽ വാചാലമായി, ജ്യേഷ്ഠനെക്കുറിച്ച് പറയുന്നുണ്ട്, ഹു അഫ്സഹു മിന്നി, അദ്ദേഹം എന്നെക്കാൾ വാചാലനാണ്. അഥവാ എനിക്ക് ഇത് നന്നായി പ്രസംഗിച്ച് സമർത്ഥിക്കാൻ കഴിവില്ല എന്നാകാം. അല്ല, ഇപ്പോൾ ഈ ഏൽപ്പിക്കുമ്പോഴുള്ള ബേജാറ് കൊണ്ട് എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയുന്നില്ല എന്നോ, വിചാരിച്ചത് പറയാൻ കഴിയുന്നില്ല എന്നൊക്കെ ആകാം അർത്ഥം ഇവിടെ പറയുമ്പോൾ. വലാ യന്തലിഖു ലിസാനി, ആ സന്ദർഭത്തിൻ്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫർസിൽ ഇലാ ഹാറൂൻ, ഹാറൂനിനെ റസൂലാക്കിക്കോ എന്ന്. മറ്റൊരിടത്തുണ്ട്, പിന്നെ സൂറത്ത് ത്വാഹയിൽ ഹാറൂൻ അലൈഹിസ്സലാമിനെ ചോദിക്കുന്നത്, ഹു അഫ്സഹു മിന്നി ലിസാനൻ വസീറൻ മിൻ അഹ്ലി, എനിക്ക് എൻ്റെ ആളുകളിൽ നിന്ന് ഒരു സഹായിയെ തരണമെന്ന് പറയുന്നുണ്ട്. അത് ഉത്തരവാദിത്തം ഏറ്റെടുത്തതിൻ്റെ ശേഷം പറഞ്ഞതായിരിക്കാം. ഇത് തുടക്കത്തിൽ പറഞ്ഞതാണ്. അഥവാ എനിക്ക് കഴിയില്ല, എന്നെക്കാളും ഇത് കഴിയുക എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂനിനാണ്. ഹാറൂൻ വളരെ പ്രഗത്ഭനായിരുന്നു. പിൽക്കാലത്തും ഉഖ്ത ഹാറൂനി എന്നാണ് മറിയം ബീവിയെ വിളിക്കുന്നത്. അതുപോലെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ദൗത്യം അവസാനിച്ചിട്ട് പിന്നെ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചു പോകുന്നതൊക്കെ സൂചനയുണ്ട്. അതുപോലെ വാചാലനായിരുന്നു എന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് പറ്റിയ പണിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ റസൂലാക്കിക്കോ എന്ന് പറഞ്ഞു. തിരസ്കാരത്തിൻ്റെ ഭാഗമല്ല, എഴുത്തിദാർ, ഒരു ഒഴിവുകഴിവ് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഫാർസിൽ ഇലാ ഹാറൂൻ. പിന്നെ പറഞ്ഞു, വലഹും അലയ്യ ദംബുൻ ഫഖാഫു അൻ യഖ്തുലൂനി, അതിൻ്റെയൊക്കെ പുറമെ എൻ്റെ പേരിൽ അവിടെ ഒരു കേസുണ്ട്, എൻ്റെ പേരിൽ അവർക്കൊരു കുറ്റമുണ്ട്. ഞാൻ അവരെന്നെ കൊല്ലുമോ എന്ന് ഭയപ്പെടുന്നു. അഥവാ നേരത്തെ യുവാവായ മൂസ അലൈഹിസ്സലാം വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇസ്രായേലിയനെ കിബിത്തി മർദ്ദിക്കുന്നതാണ്. അതിൽ രോഷം പൂണ്ടിട്ട് മൂസ അലൈഹിസ്സലാം ചെന്ന് കിബിത്തിയെ നന്നായി ഒന്ന് കൊടുത്തു. ഫഖല അലൈഹി,
അപ്പോൾ അവൻ്റെ കഥ കഴിഞ്ഞു. കൊല്ലാൻ വിചാരിച്ചതല്ല. അതിന് പ്രതികാരമായിട്ട് ഇവനെ കൊല്ലണം എന്ന് നേരത്തെ തന്നെ ഇവനെ എടുത്ത് വളർത്തിയതിൽ മുറുമുറുപ്പുള്ള പ്രഭുക്കന്മാർ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരം മാന്യനായൊരു സുഹൃത്ത് മൂസാ അലൈഹി ഇസ്ലാമിനെ ചോർത്തി കൊടുക്കുകയും അങ്ങനെ രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. അങ്ങനെ ഫിറൗൻ്റെ അടുത്തേക്കാണ്, അഥവാ മൂസയെ കയ്യിൽ കിട്ടിയാൽ കൊല്ലണം എന്ന അഭിപ്രായമുള്ള ഫിറൗനിൻ്റെ അടുത്തേക്കാണ് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും അള്ളാഹുവിന് കീഴ്പ്പെടണമെന്നും ബനി ഇസ്രായേലിനെ അടിമകളാക്കി വെക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലാനുള്ളത്. അപ്പോൾ പറയുന്നത് കേൾക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരുപക്ഷെ എന്നെ കൊന്നുകളഞ്ഞേക്കാം, അതോടുകൂടി ഈ ഉത്തരവാദിത്തം നടക്കാതെ പോകുമല്ലോ. അതുകൊണ്ടാണ് സഹോദരൻ ഹാറൂനെ ഏൽപ്പിക്കുക. കാരണം ഹാറൂന് ഈ സംഭവമൊക്കെ പറയുമ്പോൾ ഹാറൂൻ അലൈഹി സ്വലാം അവിടെ തന്നെയാണുള്ളത്. മൂസാ അലൈഹി സ്വലാം ഉള്ളൂ. ഈ നുബൂവത്ത് കൊടുക്കുമ്പോൾ സീനായി മലയിലുള്ളത് മൂസാ അലൈഹി സ്വലാം ഉള്ളല്ലോ. ഹാറൂൻ അലൈഹി സ്വലാം ഉള്ളത് അദ്ദേഹം നബിയായിട്ടില്ലല്ലോ അന്ന്. അവിടെ ഈജിപ്തിലാണുള്ളത്. അദ്ദേഹം അപ്പോൾ ഈ വിവരം അറിയുന്നുണ്ടോ എന്ന് അള്ളാഹു ആയാലും അള്ളാഹ് എവിടെയും സൂചിപ്പിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഹാറൂനാണ് നല്ലത്. ഹാറൂൻ്റെ പേരിലാവുമ്പോൾ കേസുമില്ല, പിന്നെ വാചാലമായി സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് ഹാറൂനിനെ നബിയാക്കുന്നതാണ് നല്ലത് എന്ന് മൂസാ അലൈഹി സ്വലാം പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക. നേരത്തെ സൂചിപ്പിച്ചു, ഇതൊക്കെ കൊള്ളുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനാണ്. അഥവാ താങ്കൾ ഇങ്ങനെ ബാഖിഉൻ നഫ്സക ആയാൽ ആകേണ്ടതില്ല. കാരണം ഇതിനേക്കാളും വലിയ റിസ്ക് നിറഞ്ഞ ദൗത്യമായിരുന്നു മൂസാ അലൈഹി സ്വലാം ഏറ്റിരുന്നത്. മൂസാ അലൈഹി സ്വലാമിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുറൈശികൾ എന്നെ തള്ളിക്കളയുമെന്നത് വറഖത്ത് പറഞ്ഞപ്പോൾ കിട്ടിയൊരു വിവരമായിരുന്നു. എന്നാൽ മൂസാ അലൈഹി സ്വലാമിന് തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മൂസാ അലൈഹി സ്വലാമിനെ കിട്ടിയാൽ കൊല്ലാൻ നടക്കുകയായിരുന്നു ഫിറൗൻ. അതേ സമയത്ത് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വഴിയില്ലാഞ്ഞിട്ട് എങ്ങനെ കൊല്ലാൻ വയ്യല്ലോ. അതുകൊണ്ട് അവസാനം എല്ലാവരും കൂടി നമുക്ക് ആരുടെ പേരിലും ബനു ഹാഷിമിന് കുറ്റം ചാർത്താൻ കഴിയാത്ത വിധം നമുക്ക് എല്ലാവർക്കും കൂടി കൊല്ലാമെന്നൊക്കെ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുടുംബബന്ധത്തിൻ്റെയൊക്കെ പേരിലുള്ള അവിടുത്തെ പിൻബലമാണ് സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ റിസ്ക് നിറഞ്ഞതായിരുന്നു മൂസാ അലൈഹി സ്വലാമിൻ്റെ ദൗത്യം എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും ധൈര്യപ്പെടുത്തുവാനാണ് ഈ ശൈലിയിൽ ഇവിടെ ഇത് പറയുന്നത്. പല സ്ഥലത്തും മൂസാ അലൈഹി സ്വലാമിൻ്റെ ഫിറൗൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്തും അതാതിൻ്റേതായ ഊന്നലുകളുണ്ട്. ഇവിടെ ഈ ഉദ്ദേശ്യാർത്ഥമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.